ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പലരും വൺ ഡേ ടൂറിന് യോജിച്ച സ്ഥലങ്ങളായിരിക്കും തിരയുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്രയും ഒരു വൺ ഡേ ടൂറാണ്. തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്ക്, കർണാടകയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന കൂർഗിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂർഗിലേക്ക് നമുക്ക് ഒരു ദിവസത്തെ യാത്രയും 2 ദിവസത്തെ യാത്രയും 3 ദിവസത്തെ യാത്രയും ഒക്കെ പ്ലാൻ ചെയ്യാം. കൂർഗ് മുഴുവൻ കാണണമെങ്കിൽ 3-4 ദിവസം വേണ്ടിവരും. ഒരു വൺ ഡേ ട്രിപ്പിലെ കൂർഗിൽ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാമെന്ന് നോക്കാം. ഈ യാത്രയിൽ ഞാൻ തനിച്ചല്ലട്ടോ, എൻ്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളെല്ലാവരും KPPHA എന്ന ഹെഡ് മാസ്റ്റർമാരുടെ സംഘടനയിലെ മെമ്പർമാരാണ്. ഇപ്പോൾ പെൻഷനായി. ഏതാണ്ട് ഒരേ കാലയളവിൽ പെൻഷനായ ഞങ്ങൾ കുറച്ച് പേർ ചേർന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ യാത്രകൾ പോകാറുണ്ട്. എല്ലാവർക്കും എല്ലാ യാത്രയിലും പങ്കെടുക്കാൻ കഴിയാറില്ല. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ ഈ കൂട്ടായ്മയിലെ മെമ്പർമാരും ഫാമിലി മെമ്പേഴ്സുമായിട്ട് 11 പേരുണ്ട്. നമ്മുടെ യാത്ര തുടരാം. ആദ്യം നമ്മൾ പോകുന്നത് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ്. രാവിലെ 11 മണി വരെയേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. 10:35 ഇവിടെ എത്തിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഇത് കാവേരി നദിയാണ്. കാവേരി നദിയുടെ അക്കരെയാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ്. മഴക്കാലമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ബോട്ടിൽ പോകാം. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് പുഴയിലിറങ്ങി നടന്നിട്ടാണ് അക്കരയ്ക്ക് പോകേണ്ടത്. കണ്ടില്ലേ, നിറയെ പാറയാണ്. ഇടയ്ക്ക് വെള്ളമുള്ളിടത്ത് മണൽച്ചാക്ക് ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു സൗകര്യമായിട്ടോ. വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ നമുക്ക് പോകാം. അങ്ങോട്ട് പോകുന്നവരും തിരിച്ചു വരുന്നവരും എല്ലാം ഈ വഴിയിലുണ്ട്. ഇക്കരെ എത്തി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയാണ്. നിങ്ങൾക്ക് കുറേ ആനകളെ ഒരുമിച്ച് അടുത്ത് നിന്ന് കാണണോ എങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 5:30 വരെയുമാണ്. ആന അരമതിലിനുള്ളിലാണ് നിൽക്കുന്നത്. തലയും തുമ്പിക്കൈയും മാത്രം പുറത്തേക്കിടാൻ കഴിയുന്നുള്ളൂ. ഓരോ ആനയുടെയും മുന്നിൽ ഇങ്ങനെ തീറ്റ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈക്കോൽ ഒരു പ്രത്യേക രീതിയിൽ മടക്കി അതിനുള്ളിൽ നെല്ല് വെച്ച് വൈക്കോൽ കൊണ്ട് തന്നെ കെട്ടി ഉണ്ടയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അവിടെയും കുറേ ആനകളുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ആദ്യം കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ സെറ്റപ്പ്. അരമതിലില്ല, പകരം ഡബിൾ വേലിയാണ്. അങ്ങേ അറ്റത്തുള്ള ആനയുടെ മുന്നിൽ കുറച്ച് പേര് നിന്നിട്ട് ആനയ്ക്ക് തീറ്റ കൊടുക്കുകയും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വേറെ ക്യാഷ് കൊടുക്കണം കേട്ടോ. കാശ് കൊടുത്താൽ നമുക്കിവിടെ ആനയെ കുളിപ്പിക്കാം, തീറ്റ കൊടുക്കാം, കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, ആനപ്പുറത്ത് കയറി സവാരിയും ചെയ്യാം. ഈ ആക്ടിവിറ്റീസ് എല്ലാം അടങ്ങിയ പാക്കേജ് ലഭ്യമാണ്. എല്ലാ ആനകളും വെയിലത്താണ്. എൻ്റെ പുറകിലുള്ള ഈ ഒരു ആനയെ മാത്രം തണലത്തേക്ക് മാറ്റി തളച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ ടീമിലുള്ളവർ. കുറച്ച് അകലെയായിട്ട് ഒരു പ്ലാറ്റ്ഫോമും അതിലേക്ക് പടികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് നമ്മുടെ സലീം മാഷ് പറയുന്നത് കേട്ടോളൂ. മരം കൊണ്ടാണ് അതില് കയറൊന്നും ഉപയോഗിച്ചില്ല, കണ്ടില്ലേ? വെറുതെ ടോയ്ലറ്റ് സൗകര്യം നോക്കി ഇവിടേക്ക് വന്നതാണ് കേട്ടോ. 2 ആനകൾ പോകുന്നത് കണ്ടോ? കുളിക്കാൻ പോകുന്ന പോക്കാണ്.
ആനകളുടെ കുളിക്കടവ്. ഒരാന കൂടി വരുന്നുണ്ട്. പൊടിയൊക്കെ പാറിച്ചുകൊണ്ടുള്ള ആ നടത്തം കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമാണ്. ഇനി വന്നതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകണമല്ലോ. സന്ദർശന സമയം കഴിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവരാരുമില്ല. ആന ക്യാമ്പിൽ പോയി വരാൻ നമ്മൾ 1 മണിക്കൂർ സമയമെടുത്തു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ടസ്കർ കഫേയിൽ കയറിയതാണ്. ഒരു ചായക്ക് 50 രൂപയാണ്. അപ്പുറത്ത് കരിക്കിന് വില ചോദിച്ചിരുന്നു. കരിക്കിനും 50 രൂപയാണ് എന്നാണ് പറഞ്ഞത്. ഈ വെയിലത്തുനിന്ന് വരുമ്പോൾ ചായയേക്കാൾ നല്ലത് കരിക്കാണല്ലോ. ഇത് സമീർ, മലയാളിയാണ്. കൊണ്ടോട്ടിക്കടുത്തുള്ള പുളിക്കലാണ് സ്വദേശം. എനിക്കുള്ള കരിക്കും സമീർ വെട്ടിത്തന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മടിക്കേരിയാണ്. രാജാ സീറ്റ് ഗാർഡൻ. 20 രൂപയാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക്. പൂക്കളുടെ ഒരു കലവറയാണ് രാജാ സീറ്റ്. ഇടയ്ക്കിടയ്ക്ക് മൃഗങ്ങളുടെ പ്രതിമകളുണ്ട്. ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്നും ഫോട്ടോ എടുത്താൽ ജീവനുള്ള മൃഗങ്ങളുടെ മുന്നിൽ നിന്നും എടുത്തതാണെന്നേ തോന്നും. നിരവധി ഫോട്ടോ സ്പോട്ടുകളും വ്യൂ പോയിന്റുകളും ഇവിടെയുണ്ട്. നല്ലൊരു ഗാർഡനാണ് കേട്ടോ ഇത്. ഒരു കുന്നിൻപുറമാണിത്. പല ലെവലുകളിലായിട്ടാണ് കിടക്കുന്നത്. കുടകിലെ രാജാക്കന്മാരുടെ ഇഷ്ട വിനോദ സ്ഥലമായിരുന്നു ഇവിടം. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ രാജാവും രാജ്ഞിയും ഇവിടെ വന്നിരിക്കുമായിരുന്നത്രേ. രാവിലെയും വൈകുന്നേരവുമാണ് വ്യൂ പോയിന്റിൽ നിന്നുള്ള അടിപൊളി വ്യൂ നമുക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കല, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സലീം മാസ്റ്റർ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അഹമ്മദ് സലീം വലിയപറമ്പ്. അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ഞങ്ങൾ രാജാ സീറ്റ് ഗാർഡൻ തന്നെ തിരഞ്ഞെടുത്തു. രാജാ സീറ്റ് ഗാർഡനിൽ നിന്നും ഇനി പോകുന്നത് ബൈലക്കുപ്പയിലുള്ള ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ഇതിനിടയിൽ ലഞ്ച് കഴിച്ചു. ടിബറ്റിന് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ് ബൈലക്കുപ്പയിലുള്ളത്. ഇവരുടെ ഈ ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ ടിബറ്റൻ ഫ്ലാഗ്സ് നിറയെ കണ്ടു തുടങ്ങി. ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നടന്നു. മൊണാസ്ട്രിയുടെ മെയിൻ ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്നത് വലിയൊരു മുറ്റത്തേക്കാണ്. 4 ഭാഗത്തും കെട്ടിടങ്ങളുണ്ട്. ഇവിടുത്തെ ലാമമാർ താമസിക്കുന്ന കെട്ടിടങ്ങളാണിത്. മുറ്റത്തു നിന്നും അടുത്ത ഗേറ്റ് കടന്ന് നടക്കുമ്പോൾ 4 നിലകളും മുകളിൽ ചക്രവുമുള്ള ഒരു ഗോപുരമാണ് മുന്നിൽ കാണുന്നത്. പെനോർ റിൻപോച്ചയുടെ വലിയൊരു പടവും കാണാം. ഇതും ഒരു ടെമ്പിളാണ്. മുന്നിൽ കാണുന്ന കെട്ടിടമാണ് ഗോൾഡൻ ടെമ്പിൾ. ഇതാണ് പ്രധാന കെട്ടിടം. എല്ലാ മതവിഭാഗക്കാർക്കും അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 3 വലിയ പ്രതിമകളാണ്. നടുവിൽ ശ്രീ ബുദ്ധൻ്റെയും 2 സൈഡിലുമായി ഗുരു പത്മസംഭവ, ബുദ്ധ അമിട്ടായൂസ് എന്നിവരുടെ വിഗ്രഹങ്ങളുമാണ്. നടുവിലുള്ള ബുദ്ധപ്രതിമയ്ക്ക് 60 അടി ഉയരമുണ്ട്. മറ്റ് 2 വിഗ്രഹങ്ങൾക്കും 58 അടി ഉയരവും. കോപ്പർ കൊണ്ട് നിർമ്മിച്ച് സ്വർണം പൂശിയതാണ് ഈ പ്രതിമകൾ. ഹാളിലെ നിലത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. 2 സൈഡിലുമുള്ള ചുമരുകളിൽ ഡയറ്റീസിൻ്റെ നിരവധി പെയിൻറ്റിങ്ങുകളുണ്ട്. സീലിങ്ങിലും ധാരാളം പെയിൻറ്റിങ്ങുകളുണ്ട്. ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് ഈ ഇരിപ്പിടങ്ങളെല്ലാം ഹാളിലേക്ക് മാറ്റും. ഗോൾഡൻ ടെമ്പിൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ടെങ്കിലും നംഡ്രോളിൻ മൊണാസ്ട്രി എന്നാണ് ഈ മൊണാസ്ട്രിയുടെ പേര്. ഈ മൊണാസ്ട്രി ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ഒരു ടീച്ചിങ് സെൻ്ററാണ്.
ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രാർത്ഥന നടക്കുന്ന മന്ത്രധ്വനികൾ കേട്ടിട്ട് അങ്ങോട്ട് പോയി നോക്കിയതാണ്. പക്ഷെ അങ്ങോട്ട് പ്രവേശനമില്ല. മറ്റൊരു സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ മുറ്റത്തും ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. കുറച്ച് സമയം കണ്ടു നിന്നു. വളരെ അടുക്കും ചിട്ടയുമായിട്ടാണ് ഇവരുടെ പ്രാർത്ഥനകളും മറ്റും നടക്കുന്നത്. ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ കൂടെ ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു. മെയിൻ ഗേറ്റിനടുത്തായി ഷോപ്പിംഗ് സൗകര്യമുണ്ട്. ഇവിടെ വില കൂടുതലാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിന് എതിർവശത്തായിട്ട് കുറേ കടകളുണ്ട്. അവിടെ വില അല്പം കുറവാണ്. ഇവിടെ എല്ലാവരും ചെറുതായിട്ട് ഷോപ്പിംഗ് നടത്തി. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നിസർഗദാമയിലേക്കാണ്. ബാംബു ഫോറസ്റ്റും ബേർഡ്സ് പാർക്കും ഡിയർ പാർക്കും കാണാനുണ്ട്. നമ്മൾ എത്താൻ വൈകിപ്പോയി. 6 മണിക്ക് പ്രവേശനം ക്ലോസ് ചെയ്യും. ഈ ഗ്രൗണ്ടിൻ്റെ അറ്റത്ത് എക്സോട്ടിക് ബേർഡ്സിൻ്റെ എക്സിബിഷൻ ഉണ്ട്. കാണാം. മുന്നിൽ 2 ഫോറിൻ പക്ഷികളെ കാണാനുണ്ട്. ഒരു പാമ്പും. അതേത് പാമ്പാ? ബർമീസ് പൈത്തൺ. ഒരു വിദേശിയാണല്ലോ. ഈ ഹാളിൻ്റെ എൻട്രൻസിൽ ഒരു ആന. ഹാളിൽ നിറയെ ജീവനില്ലാത്ത പക്ഷിമൃഗാദികളാണ്. സ്റ്റഫ് ചെയ്തതും അല്ലാത്തതും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കൊടുത്തിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനെ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. അടുത്ത ഹാളിലേക്ക് പ്രവേശിച്ചാൽ കൂട്ടിലിട്ട കുറച്ച് പക്ഷികളും പിന്നെ ചെറിയൊരു അക്വേറിയം ഒക്കെയാണ് കാണാനുള്ളത്. കയറാൻ ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് കുറച്ച് അധികം തന്നെയാണ് കേട്ടോ. അതിന് മാത്രം ഇതിനുള്ളിൽ ഒന്നും കാണാനില്ല. ആകെ ഇതാണൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ ധാന്യമണികൾ ഇട്ട് തരും. തത്തകൾ കയ്യിൽ വന്നിരുന്ന് അതൊക്കെ കൊത്തി തിന്നും. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. നല്ലൊരു ഡ്രൈവറെയാണ് നമുക്ക് കിട്ടിയത്, അനൂപ്. പുള്ളിക്കാരൻ്റെ മുഖം കാണിക്കാൻ വലിയ താല്പര്യമില്ല, എന്നാലും ചോദിച്ചു നോക്കാം. നിസർഗദാമയിൽ നിന്നും നമ്മൾ പോകുന്നത് ഹരംഗി റിസർവയറിലേക്കാണ്. ഇവിടെ ടിക്കറ്റിന് 10 രൂപ. ഇവിടെയും ഡാമിലേക്കുള്ള പ്രവേശനം അടച്ചിരിക്കുന്നു. മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. അത് കാണാനാണ് ഈ ആളുകളൊക്കെ പോകുന്നത്. ആ ലൈറ്റ് കാണുന്നിടത്താണ് റിസർവയർ. ഞങ്ങൾ പുലർച്ചെ 5 മണിക്കാണ് അരീക്കോട് നിന്ന് പുറപ്പെട്ടത്. 3:30 പുറപ്പെടാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ചില അസൗകര്യങ്ങൾ കാരണം 5 മണിക്ക് ആക്കിയതാണ്. 3:30 തന്നെ പുറപ്പെട്ടിരുന്നെങ്കിൽ ബാംബു ഫോറസ്റ്റും ഹരംഗി ഡാമും കാണാമായിരുന്നു. പിന്നെ ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനെ 1 ഡേ ട്രിപ്പ് പോരുമ്പോൾ രാജാ സീറ്റ് ഇവർ ഇതിൽ ഉൾപ്പെടുത്താറില്ല എന്നാണ്. ദൂരം തന്നെയാണ് കാരണം. നിങ്ങൾ കൂർഗിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് വരികയാണെങ്കിൽ എവിടെ നിന്ന് വരുന്നതായാലും രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്താൻ തക്കവണ്ണം വരണം. എങ്കിലേ നിങ്ങൾക്ക് പരമാവധി കാഴ്ചകൾ കാണാൻ കഴിയൂ. അപ്പോൾ അടുത്ത വീഡിയോ